ക്ഷമിക്കണം സാറേ, ക്ഷമിക്കണം, ഞങ്ങളോട് ക്ഷമിക്കണം. ഇറ്റ്സ് ഓക്കെ. ആ മോഷ്ടാവ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അവരെ കൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ സത്യം പറയിപ്പിക്കും. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ എന്തെങ്കിലും മോഷണം നടന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ ചെന്ന് ആ കള്ളനെ പിടിച്ചിരിക്കും. പക്ഷെ ഈ പിള്ളേര് വെറും 50 മീറ്റർ ദൂരെയല്ലേ നിൽക്കുന്നത്. എല്ലാ കുട്ടികളും ഇവിടെ വന്ന് നിരനിരയായി വന്ന് നിൽക്കൂ. ഹേയ്, ഇല്ല സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ല. അതിന് ഞാൻ വല്ലതും പറഞ്ഞോ? നീയാണ് കുറ്റം ചെയ്തതെന്ന്. ഞാനൊന്നും ചെയ്തിട്ടില്ല. മീശയൊക്കെ വെച്ചിട്ട് വേഷം മാറി വന്നാൽ ഞാൻ തിരിച്ചറിയില്ലാന്ന് നീ വിചാരിച്ചോ? കള്ള, നീ തന്നെയാണ് മോഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. മനസ്സിലായോ? ഞാൻ ഇപ്പൊ തന്നെ നിന്റെ ഈ ഡ്യൂപ്ലിക്കേറ്റ് മീശ പറിച്ചെടുക്കാൻ പോവാണ്. എടുക്കാനല്ലേ പറഞ്ഞ്? എനിക്ക് നിന്റെ ഈ ഡ്യൂപ്ലിക്കേറ്റ് മീശ പറിച്ചെടുക്കണം. ലഡു സിംഗ് സർ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളല്ല കള്ളന്മാര്. ആ കള്ളന്മാര് ഒരു പാട്ട് പാടാറുണ്ട്. ഈനി മീനി മൈനി മോ, ഞങ്ങളെ പിടിക്കാൻ പറ്റൂല. അവരെങ്ങനെയെങ്കിലും നമ്മൾ പിടിച്ചേ പറ്റൂ സർ. ശരി. ഇത് ഫ്രഷ് ആണോ? ആ അതെ, ഇത് നല്ല ഫ്രഷ് ആണ്. അതെടുക്ക. കുട്ടികള്, ഇവിടെയുള്ള വീടുകളൊക്കെ കണ്ടാൽ എല്ലാം ഒരുപോലെ അങ്ങ് തോന്നും. കൂടാതെ ഇത് വെൽ പ്ലാൻ സിറ്റിയാണ്. ഇങ്ങോട്ട് വാ. ഇന്നലെ കള്ളന്മാരിൽ ഒരാള് തുമ്മിയ ശബ്ദം ഞാൻ കേട്ടു. അതിലൊരു കള്ളൻ എപ്പോഴും തുമ്മിക്കൊണ്ടേയിരിക്കും. അതെ, ഇപ്പൊ തന്നെ പ്രൂവ് ചെയ്യാം. ഞങ്ങളെ പിടിക്കാൻ പറ്റൂല. ഞങ്ങളെ പിടിക്കാൻ പറ്റൂല. കള്ളൻ അങ്കിൾ ഇപ്പൊ കണ്ടുപിടിച്ചല്ലോ. കുട്ടികളായ കുട്ടികളെ പോലെ തന്നെ പെരുമാറണം, മനസ്സിലായോ? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര് അങ്കിൾ. ലഡു സിംഗ് സർ, എത്രയും പെട്ടെന്ന് വരൂ. ആ കള്ളന്മാര് കുട്ടികളല്ല, ഡ്വാർഫ്സ് ആണ്. ഞാൻ അവരെ കണ്ടുപിടിച്ചു.
മടിയില്ലാതെ പറയുന്ന പണി ചെയ്ത കൈ നിറച്ചും കാശുണ്ടാക്കാം. നോക്കി നിൽക്കാത്ത ചെന്നവനെ പിടിക്കേ, ഒരു തിരെ വിടാനേ പാടില്ല. ഇങ്ങോട്ടെ ശിവ, ഞാൻ തയ്യാറായി. അയച്ചു വിട്. വന്നേ വേഗം വന്നേ. അങ്ങനെ തന്നെ. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? വേഗം വന്നേ, സമയം പോയിക്കൊണ്ടിരിക്കാണ്. എന്തിനാ എണ്ണകത്തിട്ടിരിക്കുന്നേ? വിടാൻ. സർ, ഇതാണ് ആ 4 കള്ളന്മാര്. ഇല്ല, ഞാൻ കള്ളനല്ല. എന്താ നിങ്ങളും കള്ളനാണോ? വിശ്വസിക്കാനാവുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കള്ളനല്ലെന്ന്. ഈ കള്ളന്മാരാണ് എന്നെ പിടിച്ചതിൽ വലിച്ചിട്ടത്, അറിയോ? രാമമുഖ്യ, ഈ കള്ളന്മാരെ മുഴുവൻ പിടിച്ചിട്ടത് നമ്മുടെ ശിവയാണ്. ഇവന്മാരെ വിടരുത്. നന്ദി ശിവ, നീ വലിയൊരു ഉപകാരമാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ നാട്ടിൽ ഒരിക്കലും കളവ് നടക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് എങ്ങനെ സംഭവിക്കുക? ഇവന്മാരെ ഞാൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് വിട്ടിട്ട് വേണ്ടേ? വരൂ കള്ളന്മാരെ കൂട്ടമേ, നമുക്ക് ജയിലിലേക്ക് പോകാം. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ആരെങ്കിലും മോഷ്ടിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും മോഷ്ടിക്കരുത്, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വരുമെന്ന്, അറിയോ? വരൂ കൂട്ടുകാരെ, ഇനി നമുക്ക് ഈ നാട് മുഴുവനും നടന്ന് ചുറ്റിക്കാണാം. ഇനി രാത്രി കള്ളന്മാരെ ശല്യമില്ലല്ലോ.